ഹായ് ഹലോ, ഒരു റെസിപ്പി വീഡിയോ ആണേ. നമുക്ക് എന്താ നോക്കിയാലോ. ഇതിൻ്റെ പേര് വന്നിട്ട് മഹ്മൂസ് കുത്തൈഫ് അതോ മഹ്മൂസ് കുത്തൈഫ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പടച്ചവനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. മാക്സിമം ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, ഒന്ന് കഴിച്ചു നോക്കണം. എനിക്ക് ഇത് വന്നിട്ട് നമ്മുടെ യൂട്യൂബിലെ ഷാമീസ് ഓൺ കിച്ചൺ എന്ന് പറയുന്ന ഇത്താടെ പേജിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിതിന് ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടെ ഒരേ അളവിനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചൂടാകുമ്പോഴത്തേനും അതിലൊരു സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ ഡയറക്റ്റ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ആക്കണം. ഇതിന് ബെറ്റർ ആയിട്ടുള്ള ചിക്കൻ, സ്കിന്ന് കളയാത്ത മുഴുവൻ ചിക്കന്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ഗാർലിക്ക്, ചില്ലി, പട്ട, പിന്നെ ഏലക്ക, ഡ്രൈ ലെമൺ, ഗ്രാമ്പു, പിന്നെ 2 മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ട് എത്രയാണോ നമ്മൾ അരി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി, ഏതെങ്കിലും അറബിക് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് അടച്ച് വെച്ച് ചിക്കൻ വേവിക്കണം. എന്നിട്ട് ഈ ചിക്കൻ മാത്രം മാറ്റണം ഇതിൽ നിന്ന്. എന്നിട്ട് ഈ സെയിം വെള്ളത്തിൽ തന്നെ നമ്മൾ അരി ചേർത്ത് കൊടുക്കണം. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് ചേർത്തിട്ടുള്ളത്. അരി ഓൾറെഡി 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് ഇത് തിളയ്ക്കുമ്പോഴത്തേന് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫോയിൽ പേപ്പറും കൂടെ വെച്ച് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെന്ത പരുവവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ആ ടൈമിൽ നമ്മൾ വേറൊരു പാനിൽ ഈ വേവിച്ച ചിക്കൻ ഒന്ന് ബട്ടറിൽ ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് നമ്മൾ ഓവനിലൊക്കെ മേക്ക് ചെയ്തെടുക്കത്തില്ലേ, ഓവനുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ആ ഒരു ലെവലിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ മഹ്മൂസ് കുത്തൈഫ റെഡി ആയിട്ടുണ്ട്. പിക്ക കഴിക്കാൻ വന്നപ്പോഴത്തേനും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തണുത്തു പോയി. അപ്പോൾ അതാണ് ഈ ഗാർലിക് ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചൂടോടുകൂടി ഈ ചോറിൽ ഈ ഗാർലിക് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് ഒരു പീസ് ചിക്കൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കണം. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള മന്തികളിൽ വെച്ചായാലും ബിരിയാണികളിൽ വെച്ചായാലും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.